എൻ്റെ എക്സ്റേയിൽ ചെറിയൊരു പ്രശ്നം വന്നു. എക്സ്റേയിൽ കാൽസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അവരെന്നോട് CT എടുക്കാൻ പറഞ്ഞു. CTയിലും കാൽസിഫിക്കേഷൻ നോട്ട് ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആദ്യം ആലോചിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു, ഇത്രയും പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോഴും മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? ഇതും മാതാവ് എങ്ങനെയെങ്കിലും എനിക്ക് ശരിയാക്കി തരും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ എന്ത് ചെയ്യും എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചപ്പം 2 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് MOHന്ന് വീണ്ടും ഒരു മെയിൽ വന്നു. നിങ്ങളുടെ പ്രോസസ്സ് കുറച്ച് ഡിലേ ആവും. ഇപ്പം ഓൾറെഡി ഇൻ്റർവ്യൂ കഴിഞ്ഞവരുടെ പ്രോസസ്സും പേപ്പർ വർക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളിപ്പം മെഡിക്കൽ എടുക്കണ്ട. പിന്നെ ഒരു ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞ് ഇവിടുന്ന് MOHന്ന് ഇനിയൊരു ഇൻഫോർമേഷൻ വരുമ്പോൾ മാത്രം നിങ്ങൾ മെഡിക്കൽ എടുത്താൽ മതി എന്ന് പറഞ്ഞ് എനിക്കൊരു മെയിൽ വന്നു. ആ ഗ്യാപ്പിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ 2 പൾമനോളജിസ്റ്റിനെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ലങ് കാൽസിഫിക്കേഷനാണ്, പാച്ചസോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതിന് ആൻറ്റിബയോട്ടിക്കോ അങ്ങനെയൊന്നും എടുത്താൽ അത് കാൽസിഫിക്കേഷൻ മാറണമെന്നില്ല. ഇതെന്തെങ്കിലും പ്രീവിയസ് ഇൻഫെക്ഷൻ മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊറോണ വന്നതിൻ്റെയോ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇതായിട്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് പോലെ കിടക്കുന്നതായിരിക്കും. ഇതിന് നമുക്ക് മെഡിക്കലായിട്ടൊന്നും ടാബ്ലറ്റ്സ് കഴിച്ച് മാറാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല. അല്ലെങ്കിൽ ഒരു സർജറിയിലൂടെ ആ ചെറിയ പോർഷൻ എടുത്ത് കളയണം. അതൊക്കെ ഭയങ്കര റിസ്ക് ആയിരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ മമ്മി ഞാൻ ഉറച്ചു വിശ്വസിച്ചു, മാതാവ് ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്നും ലങ്സിൻ്റെ ഇവിടെ തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഇവിടുന്ന് കിട്ടിയ ഉപ്പും മാതാവിൻ്റെ ഉപ്പും എല്ലാം ഇട്ട് വെള്ളം കുടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു. ആ മെയിലിന് ശേഷം എനിക്ക് വീണ്ടും ഒരു അപ്ഡേറ്റ് വരുന്നത് ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു. ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് എനിക്ക് വിസ പ്രോസസ്സിങ് മെയിൽ വന്നു. വിസ പ്രോസസ്സിങ് മെയിൽ വന്ന സ്ഥിതിക്ക് എനിക്ക് എന്തായാലും മെഡിക്കൽ എടുത്തേ പറ്റുള്ളൂ. അപ്പം ഞാൻ ആദ്യം ചെയ്തത്, ഞാനും മമ്മിയും കൂടെ വന്ന് വീണ്ടും ഞങ്ങളുടെ ഉടമ്പടി ഇവിടുന്ന് പുതുക്കി പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ മെഡിക്കൽ എടുക്കാൻ പോവുകയാണ്, എന്നെ ഈ മെഡിക്കലിൽ ഫിറ്റാക്കി തന്നെ നമ്മ മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. മാതാവേ കുറേ നാളായി ഞാൻ ഈ കിടന്ന് ഓടാൻ തുടങ്ങിയിട്ട് ഇനി എനിക്ക് വയ്യ. മാതാവ് എനിക്ക് എന്തായാലും ഈ ജോലി തന്നിരിക്കണം. ഞാൻ ഇനി ഇങ്ങോട്ട് വരുവാണെങ്കിൽ സാക്ഷ്യം പറയാനായിട്ട് മാത്രമായിരിക്കും ഞാൻ വരുന്നത് എന്ന് ഞാൻ മാതാവിനോട് ഉറപ്പിച്ച് പറഞ്ഞു. ഇവിടുന്ന് പോയി 1 വീക്ക് കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ മെഡിക്കൽ എടുത്തു. ഞാൻ മാതാവിലാണ് വിശ്വസിച്ചത്. അതുപോലെ തന്നെ അന്ന് ആ മെഡിക്കലിൻ്റെ റിസൾട്ട് വന്നപ്പം ആ മെഡിക്കൽ എനിക്ക് എക്സ്റേ ഫിറ്റായിട്ടാണ് കിട്ടിയത്. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. അമ്മ മാതാവിനോടും തിരുകുമാരനോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഈ